ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. SDPIയെ വരിഞ്ഞുമുറക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാജ്യത്തെ 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന. നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് SDPIയെ ഉപയോഗിച്ച് പ്രവർത്തനം തുടരുമെന്ന് ED. ഗൾഫ് രാജ്യങ്ങളിൽ സംഘടനകൾ രൂപീകരിച്ച് ധനശേഖരണം നടത്തിയെന്നും കേന്ദ്ര ഏജൻസികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. രാഷ്ട്രീയ വേട്ടയാടലെന്ന് ആരോപിച്ച് SDPIയുടെ പ്രതിഷേധം. കൊച്ചിയിൽ 10 വയസ്സുകാരി സഹോദരിക്ക് 12 വയസ്സുകാരൻ സഹോദരൻ MDMA നൽകി. വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മോഷ്ടിച്ചതായും കണ്ടെത്തൽ. ചടയമംഗലത്ത് കോടികളുടെ രാസലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജീവിതമാണ് ലഹരി. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. CPM സംഘടനാ റിപ്പോർട്ടിൽ സജി ചെറിയാന് വിമർശനം. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ്. EPA LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതാണെന്നും പരാമർശം. സംഘടനാ റിപ്പോർട്ടും വികസന രേഖയും അവതരിപ്പിച്ചു. തുടർ ഭരണത്തിൽ അമിതാത്മവിശ്വാസം വേണ്ടെന്ന് MA ബേബി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ഇളയ മകൻ അഹ്സാന്റെ കൊലപാതകം ഉമ്മയെ അറിയിച്ചു. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഷമിയെ വിവരങ്ങൾ അറിയിച്ചത് ഡോക്ടർമാർ. പ്രതി അഫാൻ കുറ്റം സമ്മതിച്ചു. ശനിയാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ. മത്സരത്തിനിടെ വെള്ളം കുടിച്ചതിന് മുഹമ്മദ് ഷമിയെ വിമർശിച്ച് മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷൻ. നോമ്പാചരിക്കാത്ത ഷമി ക്രിമിനലെന്ന് ഷഹാബുദ്ദീൻ റസുവി. മതപണ്ഡിതനെതിരെ വ്യാപക വിമർശനം. ഷമിയെ പിന്തുണച്ച് കുടുംബം. ലണ്ടനിൽ വിദേശകാര്യമന്ത്രിക്ക് നേരിട്ട സുരക്ഷാ വീഴ്ചയെ അപലപിച്ച് ഇന്ത്യ. വിഘടനവാദികൾ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മന്ത്രാലയം. പ്രതിഷേധം പോലീസിന്റെ കൺമുന്നിൽ. ഹമാസിന് അന്ത്യശാസനവുമായി ഡൊണാൾഡ് ട്രംപ്. എല്ലാ ബന്ദികളെയും ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയെ നരകമാക്കും. ഒരു ഹമാസ് അംഗം പോലും സുരക്ഷിതമായിരിക്കില്ലെന്നും ട്രംപിന്റെ ഭീഷണി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പോപ്പുലർ ഫ്രണ്ടും SDPIയും ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായി കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. IFF, ISF എന്നീ പേരുകളിലായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത്. റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഗൾഫ് രാജ്യങ്ങളിൽ സജീവമായ ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം പ്രവർത്തിച്ചിരുന്നത് PFIക്ക് കീഴിൽ. ഇന്ത്യൻ സോഷ്യൽ ഫോറം പ്രവർത്തിച്ചിരുന്നതാകട്ടെ SDPIക്ക് കീഴിലാണെന്നുമാണ് കേന്ദ്ര ഏജൻസികളുടെ സ്ഥിരീകരണം. റമദാൻ കളക്ഷൻ എന്ന പേരിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ സംഘടനകൾ പണം സ്വരൂപിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. PFI നേതാക്കൾ മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. ഈ സംഘടനകളുടെ രഹസ്യ യോഗങ്ങളിൽ പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വരൂപിച്ച തുകയുടെ വിശദാംശങ്ങൾ സംഘടനയുടെ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഹവാല ഇടപാടുകളിലൂടെയാണ് ഈ പണം ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ ആസ്ഥാനമായ കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നിന്ന് 2018 ഡിസംബർ 14 ബഹ്റൈനിലെ മനാമയിൽ നടന്ന ISF ഭാരവാഹി യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ പിടിച്ചെടുത്തു. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ധനശേഖരണത്തിന്റെ ചുമതല സൗദി അറേബ്യയിലെ സോണൽ യൂണിറ്റുകൾക്ക് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി തന്നെ വിഭജിച്ച് നൽകിയതായും രേഖകളിലൂടെ വ്യക്തമായി. SDPIക്ക് വേണ്ടി PFI നടത്തിയ ധനശേഖരണം ജിഹാദി പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള മുഖമായാണ് SDPIയെ ഉപയോഗിച്ചിരുന്നത്. SDPIയും PFIയും സ്വതന്ത്ര സംഘടനകളാണെന്ന് നേതാക്കൾ അവകാശപ്പെട്ടിരുന്നെങ്കിലും SDPIയുടെ മുഴുവൻ നിയന്ത്രണവും പോപ്പുലർ ഫ്രണ്ടിൻ്റെതായിരുന്നെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ന്യൂസ് 18 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ SDPIയെയും വരിഞ്ഞുമുറുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാജ്യത്തെ 12 SDPI കേന്ദ്രങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. PFI കേഡർമാർ സ്വരൂപിക്കുന്ന പണം SDPIയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് EDയുടെ കണ്ടെത്തൽ.
നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ SDPIയിലൂടെ രഹസ്യമായി പ്രവർത്തിക്കുന്നതായാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് SDPIയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം. തിരുവനന്തപുരം പാളയത്തെ SDPI സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ സംസ്ഥാനത്ത് 3 ഇടങ്ങളിലാണ് CRPF ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ED പരിശോധന. ഹവാലയടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംഘടനയിലേക്ക് പണം എത്തിച്ചതായാണ് കണ്ടെത്തൽ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു. ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു. നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും രാജ്യത്തേക്ക് പണമെത്തി. SDPIയുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം ദേശീയ അധ്യക്ഷൻ MK ഫൈസി തന്നെയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും ED പറയുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സമാഹരിച്ച പണം ചിലവഴിക്കുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള SDPIയെ വേട്ടയാടാനുള്ള നീക്കമാണ് മോദി സർക്കാർ നടത്തുന്നതെന്നാണ് സംഘടനാ നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന തുടരുന്നതെന്നും പിടിച്ചെടുക്കുന്ന ഫയലുകളും ഡിജിറ്റൽ രേഖകളും വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോസ്, News 18. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ BJP സർക്കാർ EDയെ ഉപയോഗിക്കുന്നുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ്. അതിന്റെ അവസാനത്തെ ഇരയാണ് SDPI. ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഗൂഢാലോചനയുടെ ഭാഗമാണ് അറസ്റ്റെന്നും CP ലത്തീഫ് ആരോപിച്ചു. BJP സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അതല്ലെങ്കിൽ BJPക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഭിന്നസ്വരങ്ങളെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് EDയെ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി, വർഷങ്ങളായി. അതിൻ്റെ അവസാനത്തെ ഇരയാണ് SDPIയും അതിൻ്റെ ദേശീയ അധ്യക്ഷൻ MK ഫൈസി. 2 വർഷം മുമ്പ് ED ഫ്രെയിം ചെയ്ത ഒരു കേസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ED ദേശീയ അധ്യക്ഷന് സമൻസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ജനുവരി 3, 4, 5 തീയതികളിൽ ഡൽഹിയിലെ ED ഹെഡ്ക്വാർട്ടേഴ്സിൽ MK ഫൈസി നേരിട്ട് ഹാജരാകുകയും അദ്ദേഹത്തിന് പറയാനുള്ളതും അവർക്ക് കേൾക്കാനുള്ളതും ഒക്കെയായ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് പോന്നതാണ്. ലഹരിക്കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. കൊച്ചിയിൽ 10 വയസ്സുള്ള സഹോദരിക്ക് MDMA നൽകി സഹോദരൻ. ലഹരിക്ക് അടിമയായ 12 വയസ്സുകാരൻ രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങുമ്പോഴാണ് ലഹരി ഉപയോഗത്തിനായി പുറത്തുപോയിരുന്നത്. വീട്ടിൽ നിന്നും 3 ലക്ഷം രൂപ മോഷ്ടിച്ചതായും കണ്ടെത്തി. കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് 12 വയസ്സുകാരൻ 10 വയസ്സുകാർക്ക് MDMA നൽകി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ 12 വയസ്സുകാരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ്. തുടർച്ചയായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് ഈ 12 വയസ്സുകാരൻ്റെ മാനസികാവസ്ഥ അങ്ങേയറ്റം താറുമാറിലായിരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ. ഇത് എളമക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ കേസുള്ളത്. അതേസമയം CWCയെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ്. ഈ കുട്ടി കുറേ ദിവസങ്ങളായി രാത്രിയിൽ മാതാപിതാക്കൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് പുറത്തു പോയിട്ട് ലഹരി ശേഖരിച്ചു കൊണ്ടുവരുന്നതെന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒരു ദിവസം കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നെടുമ്പാശ്ശേരി ഭാഗത്തു നിന്നും കുട്ടിയെ കണ്ടെത്തുന്നതും ലഹരി ഉപയോഗിക്കാൻ വീട്ടിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ കുട്ടി പലപ്പോഴായി തട്ടിയെടുത്തിരുന്നതായും രക്ഷിതാക്കൾക്ക് മനസ്സിലായത്. തുടർന്നാണ് കുട്ടിയെ ചോദ്യം ചെയ്തതും കുട്ടിക്ക് വീട്ടുകാർക്ക് ഈ കാര്യം മനസ്സിലായി എന്നതിനെ തുടർന്ന് കുട്ടി അതിക്രമം കാണിക്കുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അങ്ങേയറ്റം അക്രമവാസനയോട് കൂടിയാണ് കുട്ടി പെരുമാറുന്നതെന്നും മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല
ഇതുമായി ബന്ധപ്പെട്ട് താൻ പ്രായപൂർത്തിയാകാത്ത ആളാണ്, അതുകൊണ്ട് തൻ്റെ മേലെ ഉണ്ടാകുന്ന ശിക്ഷാ നടപടികൾ രക്ഷിതാക്കളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയുള്ളൂ എന്നുള്ള ഭീഷണിയും കുട്ടി മുഴക്കുന്നതായി തന്നെയാണ് മാതാപിതാക്കൾ ഡി അഡിഷൻ സെൻറ്ററിലുള്ള ആളുകളോട് വ്യക്തമാക്കിയത്. അങ്ങനെയാണ് ഡി അഡിഷൻ സെൻറ്ററിൽ എത്തിയപ്പോഴാണ് കുട്ടി ഈ അനിയത്തിക്കും 10 വയസ്സുകാരെ അനിയത്തിക്കും മയക്കുമരുന്ന് നൽകാറുണ്ടായിരുന്നു, MDMA നൽകാറുണ്ടായിരുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് രണ്ടുപേരും ഡി അഡിഷൻ സെൻറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ രണ്ടുപേരുടെയും അതായത് മാനസികാരോഗ്യാവസ്ഥ ഗുരുതരമായ നിലയിൽ നിന്നും സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് വിവരങ്ങൾ. പക്ഷേ ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന അപാകത എന്ന് പറയുന്നത് പോലീസ് ഇക്കാര്യം CWCയെ അറിയിച്ചിട്ടില്ല എന്നുള്ള ആരോപണവും ശക്തമാണ്. കൊല്ലം ചടയമംഗലത്ത് ലോറിയിൽ കടത്തുകയായിരുന്ന കോടികൾ വില വരുന്ന രാസലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചു. വാഹന പരിശോധനയിൽ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ലോറി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് വന്ന ടോറസ് ലോറി സംശയം തോന്നി പോലീസ് പിന്തുടർന്നത്. കടയ്ക്കലിൽ വെച്ച് ലോറി തടഞ്ഞു. വാഹനത്തിൽ നിന്നും 100ഓളം ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും കണ്ടെടുത്തു. ഡ്രൈവർ മഞ്ചേരി സ്വദേശി ബഷീർ അറസ്റ്റിലായി. പിടികൂടിയ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ 5 കോടിയോളം രൂപ വില വരും. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന ലോഡാണ് പിടികൂടിയത്. ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. ഡാൻസ് ഓഫ് സംഘമാണ് പരിശോധന നടത്തിയത്. പിടിയിലായ ആളെ ചോദ്യം ചെയ്തു വരുന്നതായും ലഹരിക്കടത്തിൽ പ്രതികളായ കൂടുതൽ പേരെ പിടികൂടേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ പോലീസ് കസ്റ്റഡിയിൽ. 3 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. നിലവിൽ പ്രതി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ്. അതേസമയം കുറ്റം സമ്മതിച്ച പ്രതി കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യത എന്ന് ആവർത്തിച്ചു. ഉമ്മുമ്മയെ കൊല്ലാൻ കാരണം കടുത്ത പകയാണെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. 3 കേസുകളിലാണ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 80-കാരിയായ സൽമ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്താനാണ് പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ശനിയാഴ്ച വരെയാണ് കസ്റ്റഡി. കൊലപാതകം നടത്തിയ പാങ്ങോടുള്ള വീട്ടിലും ആയുധം വാങ്ങിയ കടയിലും സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിനുമെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ഒറ്റ ദിവസം കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ക്രൂരമായ ആക്രമണത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ അമ്മ ഷെമിയെ ഇളയ മകൻ അഹ്സാൻ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു. ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർമാരാണ് ഷെമിയോട് ഇക്കാര്യം പറഞ്ഞത്. മറ്റുള്ളവർ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട ഫർസാനയുടെ വീട് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. 5 പേര് വന്ന ഒരു പ്രതിക്ക് അയാളുടെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇയാളുടെ സൈക്കോളജിക്കലായിട്ട് ഇയാളുടെ പരിശോധന ആവശ്യമാണ്. മാത്രമല്ല, ഏറ്റവും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായ ശിക്ഷയാണ് നൽകേണ്ടതായിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഏറ്റുമാനൂരിൽ 2 പെൺമക്കളുമായി തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത യുവതി കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലെന്ന് വ്യക്തമാക്കുന്ന ശബ്ദസന്ദേശം പുറത്ത്. നിരന്തരം ശ്രമിച്ചിട്ടും തൊഴിൽ ലഭിക്കാത്തതും വിവാഹമോചനത്തിന് ഭർത്താവ് നിരന്തരം തടസ്സമുണ്ടാക്കിയതുമാണ് ഷൈനിയെ മാനസികസമ്മർദ്ദത്തിലാക്കിയതെന്നും സൂചനയുണ്ട്. 2 പെൺമക്കളുമായി ഒരമ്മ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുക. അത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ നിന്നാണ് ഷൈനി എന്ന അമ്മ ഈ കടും കൈക്ക് മുതിർന്നത്.
ആത്മഹത്യക്ക് മുൻപ് ഷൈനി തന്റെ കൂട്ടുകാരിക്ക് അയച്ച സന്ദേശത്തിൽ ഈ സങ്കടങ്ങൾ തുറന്നു പറയുന്നു. എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ലതും 1 വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ജീവിക്കാനായി തൊഴിലിനു വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെയും വിഫലമായി. നാട്ടിൽ തൊഴിൽ ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ മക്കളെ ഹോസ്റ്റലിലാക്കി വിദേശ ജോലിക്ക് ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. വിവാഹമോചന നടപടിക്ക് എതിരായ ഭർത്താവിന്റെ നിലപാടും ഷൈനിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഫെബ്രുവരിയില്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കി വെക്കാമോ? എന്താ ചെയ്താന്നറിയത്തില്ല. ഏതായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. പലതവണ നോട്ടീസ് അയച്ചിട്ടും ഭർത്താവ് നോബി ലൂക്കോസ് അത് കൈപ്പറ്റിയില്ല. ഫെബ്രുവരി 17 കോടതിയിൽ വിളിച്ചിട്ടും നോബി എത്തിയില്ല. കേസ് നീണ്ടുപോകുമ്പോഴും നിസ്സഹായതയായി നിൽക്കേണ്ടി വരുന്നതിന്റെ ഗതികേടും ഷൈനി പറയുന്നു. ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ 44-കാരനായ നോബി ലൂക്കോസിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം. CPM സമ്മേളനം തുടങ്ങി. നവകേരളത്തിലുള്ള പുതുവഴികൾ എന്ന വികസന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സംസ്ഥാന വികസനം ഏത് ദിശയിലാകണമെന്ന CPMന്റെ നിർദ്ദേശമാണ് രേഖയിൽ. നേരത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടിൽ നാളെയും വികസന രേഖയിൽ മറ്റന്നാളും ചർച്ചയുണ്ടാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം കമ്മിറ്റികൾ സമ്മേളനം തിരഞ്ഞെടുക്കുകയുണ്ടായി. പ്രസിഡിയം AK ബാലൻ കൺവീനർ, KP മേരി, ദേവദർശൻ, UP ജോസഫ്, V വസീഫ്, സജീവ് PS ഈ 6 പേരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളന നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, PK ശ്രീമതി, TM തോമസ് ഐസക്, AK ബാലൻ, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, VN വാസവൻ, സജി ചെറിയാൻ, M സ്വരാജ്, മുഹമ്മദ് റിയാസ്, EK ബിജു, ഉത്തരത്ത് ദിനേശ് ഇവരാണ് സമ്മേളനത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നത്. തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പ് എന്ന മുഖ്യമന്ത്രി. ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെ തിരുത്തുമായി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്ത്. തുടർഭരണം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും ഇപ്പോൾ ഇത്തരം നിലപാടുമായി മുന്നോട്ടു പോകുന്നത് മൗഢ്യമാണ് എന്നും MA ബേബി ന്യൂസ് 18നോട് പറഞ്ഞു. ജനങ്ങളിൽ തുടർഭരണം എന്ന ചിന്തയുണ്ടെന്നും ആ ചിന്ത ഉറപ്പിക്കാൻ LDF കുറച്ചുകൂടി പ്രവർത്തനം നടത്തേണ്ടതുണ്ടെന്നും ബേബി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം ജനങ്ങൾ നൽകുമെന്നായിരുന്നു ദേശാഭിമാനിയിലെ ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഫോക്കസ് തന്നെ തുടർഭരണത്തിലേക്കും വികസന ചർച്ചകളിലേക്കും മാറ്റിക്കഴിഞ്ഞു CPM. തുടർഭരണം ഉറപ്പെന്ന ആത്മവിശ്വാസം പാർട്ടി അണികളിൽ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. അപ്പോഴാണ് അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ എന്ന് MA ബേബി പറയുന്നത്. തുടർച്ചയായ 3ാം ടേം മുന്നണിക്ക് ലഭിക്കുമെന്ന് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നേതാക്കളുമൊക്കെ ആവർത്തിച്ചു പറയുമ്പോഴാണ് അമിത ആത്മവിശ്വാസത്തിന് അപകടം MA ബേബി ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് തുടർഭരണം വരണം എന്നുള്ള കാര്യം, അതോ വരാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്
ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണം വേണമെന്ന് എന്ന തരത്തിൽ ചിന്തിക്കും. എന്നാൽ ആ ചിന്ത ഉറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നടത്താൻ തുടർഭരണം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് മൗഢ്യമാണ്. പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ബേബി നിലപാട് വ്യക്തമാക്കിയത്. ജനപിന്തുണയിൽ ഉറച്ച മുന്നേറ്റമെന്ന തലക്കെട്ടിൽ ദേശാഭിമാനി എഴുതിയ ലേഖനത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തുടർച്ചയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം വീണ്ടും ലഭിക്കും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു. പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും ഇത് ആവർത്തിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർച്ച ഇഷ്ടപ്പെടുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനങ്ങളുടെ പ്രതീക്ഷയോളം വളരാനുള്ള പരിശ്രമം നടത്താനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കും ഗവൺമെന്റിനും ഉണ്ട്. വി വി അരുൺ, ന്യൂസ് 18 കൊല്ലം. ഇടവേള. മലപ്പുറം താനൂരിൽ +2 വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് താനൂർ SHO ജോണി ജെ മറ്റം. പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഒരേ ഫോൺ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയ ഫാത്തിമ, ഷഹദ, അശ്വതി എന്നിവരെയാണ് കാണാതായത്. താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഇരുവരും. പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയെങ്കിലും പരീക്ഷ എഴുതിയിരുന്നില്ല. ഇരുവരും സ്കൂൾ യൂണിഫോമിലാണ് വീട്ടിൽ നിന്നിറങ്ങിയതെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പെൺകുട്ടികളിൽ ഒരാളുടെ ഫോൺ കോഴിക്കോട് ഭാഗത്തു നിന്നും ഓൺ ആയിരുന്നു. തുടർന്ന് എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്നും കോളുകളും വന്നിട്ടുണ്ട്. എന്നാൽ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. വിഷയത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 11:30 മണിക്കാണ് നമ്മൾ സ്കൂൾക്ക് പോയത്. അവളും അവളെ ഫ്രണ്ട് അശ്വതിയും അവരെ അച്ഛനും അമ്മയൊക്കെ കൂടിയാണ് ഓട്ടോയിൽ പോയത്. 11:45 സ്കൂളിൻ്റെ ക്യാൻറ്റീനിലെത്തി അവരവിടെ ഇറക്കി പോയതാണ്. 2 മണിൻ്റെ ഉള്ളിൽ പരീക്ഷ ഹാളിൽ എത്താത്തത് കൊണ്ടാണ് ടീച്ചർ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും തെരച്ചിൽ ആരംഭിച്ച് 5:30 മണിയായിട്ടും കാണാതായപ്പോൾ ഞങ്ങൾ താനൂർ സ്റ്റേഷനിൽ വന്നിട്ട് CI സാറോട് പരാതി പറഞ്ഞ് കേസെടുത്തത്. പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നൽകുന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 1-ാം പ്രതിയായ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. മുഹമ്മദ് ഷുഹൈബിനെ കൂടാതെ 3 പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് അറസ്റ്റ് ഉറപ്പായ സാഹചര്യത്തിലാണ് 1-ാം പ്രതി ഷുഹൈബ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത്. +1 കണക്ക് പരീക്ഷയുടെയും SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യങ്ങൾ ചോർത്തി MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ നൽകി പണം സമ്പാദിച്ചു എന്നാണ് കേസ്. കേസിൽ 2ഉം 3ഉം പ്രതികളായ ഫഹദിനെയും ജിഷ്ണുവിനെയും കഴിഞ്ഞ മാസം 5-ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഇരുവരും റിമാൻഡിലാണ്. മലപ്പുറം സ്വദേശിയായ അൺഎയ്ഡഡ് സ്കൂൾ പ്യൂൺ അബ്ദുൾ നാസറിനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളാണ് ചോദ്യപേപ്പർ ചോർത്തലിന്റെ ഉറവിടമെന്നും കണ്ടെത്തിയിരുന്നു. താനാണ് സീൽ പൊട്ടിച്ച് ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്ത് 2-ാം പ്രതി ഫഹദിന് അയച്ചതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. കേസിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു. സാധ്യതയുള്ള ചോദ്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നായിരുന്നു ഷുഹൈബിന്റെ വാദം. ഇത് തെറ്റാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. തുടർന്നാണ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അറസ്റ്റ് അനിവാര്യമായ സാഹചര്യത്തിലായിരുന്നു കീഴടങ്ങൽ. നോക്കട്ടെ, അയാൾ കീഴടങ്ങിയിട്ടുണ്ട്. അയാൾ സംസാരിക്കട്ടെ, അയാൾ വിശദമായി ചോദ്യം ചെയ്യട്ടെ. മൊഴിയെടുത്തതിന് ശേഷം കാര്യങ്ങൾ പറയാം. ചോദ്യം ചെയ്യട്ടെ, ചോദ്യം ചെയ്തതിനു ശേഷം പറയാം. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകനെ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകർ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതൊരു വേറെ പ്ലാറ്റ്ഫോമാണ്. 2017 ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ വർഷം ക്രമനമ്പർ പോലും തെറ്റാതെ ചോദ്യപേപ്പറുകൾ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ച സാഹചര്യത്തിലായിരുന്നു കേസ്. ന്യൂസ് 18 കോഴിക്കോട്. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് നേരെ ലണ്ടനിൽ ഖലിസ്ഥാൻവാദികളുടെ പ്രതിഷേധം. ലണ്ടനിലെ ചാത്തം ഹൗസിലെ പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ കാറിൽ പോകുമ്പോഴായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാരിൽ ഒരാൾ മന്ത്രിയുടെ വാഹനത്തിന് നേരെ
പാഞ്ഞെടുക്കുകയായിരുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലണ്ടനിലെ ചതം ഹൗസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ലണ്ടൻ പോലീസ് നോക്കി നിൽക്കെ ജയശങ്കറിനെതിരെ പ്രതിഷേധവുമായി ഒട്ടേറെ ഖലിസ്ഥാനികളാണ് പുറത്ത് പ്രതിഷേധിച്ചത്. ജയശങ്കർ കാറിൽ കയറാനെത്തിയതോടെ ഇന്ത്യയുടെ ദേശീയ പതാക കീറി പ്രതിഷേധക്കാരിൽ ഒരാൾ പാഞ്ഞു വരികയായിരുന്നു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇയാളെ തടയുകയായിരുന്നു. മറ്റു പ്രശ്നങ്ങളില്ലാത്തതിനാൽ മന്ത്രി യാത്ര തുടർന്നു. അതേസമയം സംഭവത്തെ ഇന്ത്യ അപലപിച്ചു. നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാർച്ച് 4 മുതൽ 9 വരെ UK-യിൽ ഔദ്യോഗിക പരിപാടികൾക്ക് എത്തിയതാണ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് സന്ദർശനം. UK-യിൽ നിന്ന് അദ്ദേഹം അയർലൻഡിലേക്ക് പോകും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു വാർത്തയിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടെ വെള്ളം കുടിച്ചതിന് ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് ഷമിയെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ജമാഅത്ത് ദേശീയ അധ്യക്ഷൻ ആരോഗ്യമുള്ളയാൾ നോമ്പ് ആചരിക്കാത്തത് കുറ്റകരമാണെന്നാണ് പ്രസിഡന്റ് ഷഹബുദ്ദീൻ റസ്വിയുടെ വിമർശനം. ശരീഅത്ത് നിയമപ്രകാരം ഷമി ചെയ്തത് കുറ്റമാണെന്നും ഷമി ക്രിമിനലാണെന്നും റസ്വി കുറ്റപ്പെടുത്തി. ദൈവത്തിന് മുന്നിൽ ഷമി ഉത്തരം പറയേണ്ടി വരുമെന്നും വിമർശനം ഉയർന്നു. हिंदुस्तान की एक मशहूर क्रिकेट शख्सियत मोहम्मद शमी साहब हैं. उन्होंने क्रिकेट के दरमियान पानी पिया या कुछ और चीज पी. तमाम लोग उनको देख रहे थे और इस दरमियान जब वो खेल रहे हैं तो इसका मतलब वो सेहतमंद हैं, तंदुरुस्त हैं, तवाना हैं. अब ऐसी कंडीशन में उन्होंने रोजा नहीं रखा और रोजा न रख करके फिर उन्होंने पानी भी पिया. दुनिया ने देखा उनको पानी पीते हुए, तो एक उनकी जरिए से एक गलत पैगाम आवाम में गया और रोजा न रख करके उन्होंने गुनाह का काम किया. तो उनको ऐसा नहीं करना चाहिए और वो शरीयत की नज़र में वो मुजरिम हैं और गुनहगार हैं. खुदा के यहाँ उनको जवाबदेह होना पड़ेगा. ഷമിക്കെതിരായ ജമാഅത്തിന്റെ ആരോപണങ്ങളെ കുടുംബം തള്ളി. ദുബായിലെ ചൂടിൽ കളിക്കുന്ന ഷമി വെള്ളം കുടിച്ചതിനെ കുടുംബം ന്യായീകരിച്ചു. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. വായിൽ പരിക്കേറ്റത് പടക്കം പൊട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനയുടെ നാവിന്റെ മുൻഭാഗം അറ്റ നിലയിലും കീഴ്ത്താടി തകർന്ന നിലയിലുമായിരുന്നു. താടിയെല്ലിനും പഴക്കം ചെന്ന മുറിവിൽ നിന്നുമുള്ള അണുബാധ രക്തത്തിൽ വ്യാപിച്ചെന്നും മസ്തിഷ്കത്തിനും രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കാണാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 820, പവന് 64,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,610, പവന് 52,880. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,08,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.